ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ ഡേ ആണ്. കുറേ ദിവസം കൂടിയുള്ള എൻ്റെ വീഡിയോ ആണ്. പ്ലസ് ഇന്ന് ഞങ്ങൾ ക്രിസ്മസ് ശരിക്കും അവൾ പറയുവാ ഞാൻ എൻ്റെ സിസ്റ്ററിനെ പോലെ ഉണ്ടെന്ന് നിങ്ങളെല്ലാം കണ്ടിട്ടില്ലേ. അപ്പം ഇന്നാണെങ്കിൽ ഞാനവിടെ ഞങ്ങളൊരു ചേച്ചിയുടെ ഔട്ട് സൈഡ് താമസിക്കുന്ന ഒരു ചേച്ചിയുടെ റൂമിനകത്താണ്. വണ്ടി പോകുന്നതിൻ്റെ സൗണ്ടുണ്ടേ. അപ്പം ആ ചേച്ചിയുടെ വീട്ടിലാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ സ്പീക്കർ മറന്നുപോയി. അവിടെയുള്ള സ്പീക്കർ വർക്കിംഗ് ആകുന്നില്ല. അപ്പം ഞങ്ങൾ സ്പീക്കർ എടുക്കാൻ വേണ്ടി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ആണ് എൻ്റെ ഫ്രണ്ട് റെക്സലൈൻ. അപ്പം നമുക്ക് ബ്ലോഗ് കാണാം. അങ്ങനെ ഞങ്ങൾ സ്പീക്കറൊക്കെ എടുത്ത് തിരിച്ചു വന്ന് ഇപ്പം ഡെക്കറേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വ്ളോഗ് വരുന്നത് ആക്ച്വലി ന്യൂ ഇയറും കഴിഞ്ഞ് ക്രിസ്മസ് സെലിബ്രേഷൻ കഴിഞ്ഞിട്ടാണെന്ന് എനിക്കറിയാം. എന്നാലും ഇതിവിടെ കിടക്കട്ടെ. പിന്നെ ഞങ്ങൾ ഓർത്ത് ഗെയിം സ്റ്റാർട്ട് ചെയ്യാമെന്ന്. ഈ ഗെയിം എല്ലാവർക്കും അറിയാമല്ലോ, പാസിങ് ദി ബോൾ പാസ് ചെയ്ത് കൈ കിട്ടുന്ന ആരാണോ അവർ നമ്മൾ പറയുന്ന ടാസ്ക് ചെയ്യണം. അങ്ങനെ ആ ടാസ്കും കളിച്ചുകൊണ്ട് കുറേ നേരം ഇരുന്ന് ഓരോരുത്തർക്കായിട്ട് ടാസ്ക് വന്നു. ആദ്യം തന്നെ തുടക്കത്തിൽ റെക്സലിനോട് ക്രിസ്മസിനെ പറ്റി പറയാനായിരുന്നേ. கோழிக்கோடிலில் அவர் அன்னை மரியாவோட வயிற்றுல எப்படி வந்ததுன்னா ஒரு பரிசுத்தமான ஒரு இதுல யாரோட ஆண் துணையும் எதுவுமே இல்லாம ஒரு பரிசுத்த அற்புதமா வந்ததுதான் ஏசப்பா. அவரை ஜெனிச்ச திவசம் நம்ம டிசம்பர் 25 செலிப்ரேட் பண்றோம். அதுதான் நம்ம ஒரு இதா செலிப்ரேட் பண்றோம் டிசம்பர் 25. ஏன்னா அதுதான் நமக்கு ஒரு கூலஸ்டான டைம். அதனால அதுவும் இல்லாம அவர் புல்கூடுக்கு தான் நம்ம அந்த கிரிப் பண்றோம். அவ்வளவுதான். കുറെ ഡയലോഗോടെയാണ് പ്രപ്പോസ് ചെയ്യേണ്ടത്. ചുമ്മാ വെറുതെ ഇല്ല പറയണ്ടേ. ഇത് ഒരു അങ്ങനെ അടുത്ത ടാസ്ക് വന്നിട്ട് റീനി ചേച്ചിയോട് ഒരു പാട്ട് പാടാനായിട്ടായിരുന്നേ. ക്രിസ്മസുമായി സംബന്ധിച്ച് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടായിരുന്നു ചേച്ചി പാടിയത്. ഇസ്രയേലിൽ നാഥനായി വാഴും. അതിന് ഞങ്ങൾ ബാക്കി കരോക്കെ ഇട്ടിട്ടാണ് പാടിയത്. അതുകൊണ്ടാണ് നമുക്ക് ഈ സൗണ്ട് കേൾക്കാൻ പറ്റാത്തത്. ഇതിലേക്ക് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നില്ല ഈ സമയമൊക്കെ കടന്നു പോകുന്നുണ്ട്, പിന്നീട് ഈ സമയം നമുക്ക് കിട്ടത്തില്ലെന്ന്. ഇപ്പം ഞങ്ങളെല്ലാവരും പ്രവാസ ജീവിതത്തിൽ വന്നിട്ട് ഇങ്ങനെ നാട് വിട്ട് നിൽക്കുമ്പോഴാണ് അതിൻ്റെയൊക്കെ വില മനസ്സിലാകുന്നത്. വീട്ടിൽ പോയി ആഘോഷിക്കുന്നതിൻ്റെയും വീട്ടുകാരായിട്ട് നിൽക്കുന്നതിൻ്റെയും. പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു കുടുംബം അങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് മിസ്സിങ് ഇല്ലാതെ ഇങ്ങനെ ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷം അങ്ങ് കഴിഞ്ഞു പോയി. എനിവേ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ആണെങ്കിലും ഞങ്ങളുടെ ഈ സുട്ടുമണീനെ കണ്ടോ, സുട്ടുമണീനെ ഒരുക്കുന്ന ചടങ്ങായിരുന്നു ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി. സുട്ടുമണീനെ ഞങ്ങൾ ക്രിസ്മസ് പാപ്പയായിട്ടൊക്കെ ഒന്ന് മിടുക്ക കുട്ടപ്പനാക്കി 3-4 പേര് കൂടിയാണ് ഒരുക്കി എടുത്തത് അവനെ. അങ്ങനെ എന്നിട്ട് ഞങ്ങളുടെ ക്രിസ്മസ് കേക്കാടി നമ്മുടെ ഫുഡ് മെയിൻ കുറേ ഫുഡുണ്ടായിരുന്നു. പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല. എന്താണോ എന്തോ എനിക്കറിയത്തില്ല. ആഘോഷത്തിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാരണം ഒന്നും കഴിക്കാൻ പറ്റിയില്ല. നിങ്ങൾക്കുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് വരുമ്പോൾ നേരെ കഴിക്കാൻ പറ്റാത്ത? പിന്നെ കുറച്ച് നേരം ഞങ്ങളെല്ലാവരും കൂടെ ഡാൻസ് കളിച്ച് ഞാനും ജാസ്മിനും ഒക്കെ കൂടി ഒരു കുഞ്ഞ് റീലൊക്കെ എടുത്ത് അങ്ങനെ അന്നത്തെ ദിവസം കടന്നുപോയി. ഈ വീഡിയോ വരുന്നത് നല്ല ലേറ്റായിട്ടാണെന്ന് എനിക്കറിയാം. എന്നാലും ഇതിവിടെ കിടക്കട്ടെ ഒരു ഓർമ്മയ്ക്കായിട്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.